തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുക: എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എന്താ പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ സിസ്റ്റർ വായിക്കാം. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. നമ്മൾ ഇത്രയും നേരം എന്തെടുക്കുമായിരുന്നു? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമല്ലായിരുന്നോ? ആയിരുന്നോ? അതെ. ഇനി പൗലോസ് പറയാണ്, എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്ക് വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ആരെയും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആരെയൊക്കെ എടുത്ത് പറയുന്നത്? ഉന്നത സ്ഥാനീയർ, അധികാരികളായിട്ട് ഉള്ളവര്, രാജാക്കന്മാര്, ഇങ്ങനെയുള്ള സകലരെയും. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവർക്കും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്.